ഗുഡ് ആഫ്റ്റർനൂൺ വ്യൂവേഴ്സ്. ഇന്നിപ്പോൾ ഈ ടെക് സ്റ്റോക്സ് ഒക്കെ നന്നായിട്ട് കറക്റ്റ് ചെയ്ത് കാണുന്നുണ്ട്. അതിൽ ഞാനൊരു അട്രാക്റ്റീവ് സ്റ്റോക്ക് കാണുന്ന ഇൻഫിയാണ്. ഇൻഫി 1700 ഒരു സപ്പോർട്ട് ലെവലായിട്ട് എനിക്ക് തോന്നുന്നത്. അതുപോലെ അഡാനി പോർട്ട് നല്ലൊരു സപ്പോർട്ട് ലെവലിലുള്ളത്. ഈവൺ അഡാനി എൻ്റർപ്രൈസ് ഓൾസോ ഇസ് കറക്റ്റഡ് വെരി വെൽ. സോ ഇതൊക്കെ വെരി അട്രാക്റ്റീവ് സ്റ്റോക്സ് ആയിട്ട് കാണുന്നത്. പിന്നെ ഗ്ലോബൽ ഈ ഇൻവെസ്റ്റേഴ്സിനെ കുറിച്ചിട്ട് പറയാമെന്ന് വെച്ചാൽ ഈ കേരളത്തിൽ നടക്കുന്ന ഗ്ലോബൽ സബ്മിറ്റും ഇതിപ്പോൾ മധ്യപ്രദേശിൽ ഒരു ഗ്ലോബൽ സബ്മിറ്റ് നടന്നിട്ടുണ്ട്. അതിലിപ്പം അഡാനി ഗ്രൂപ്പ് പറയുന്നത് അതിൽ 1,10,000 കോടി ഞങ്ങൾ മധ്യപ്രദേശിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പറയുന്നു. അതിൽ കേരളത്തിൽ അവർ ഒരു 30,000 കോടി ഇൻവെസ്റ്റ് ചെയ്യുന്ന മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവർ എഡീഷണൽ 1 lakh crore പൈപ്പ് ലൈനിൽ ഞങ്ങൾ പിന്നെ ഉണ്ടെന്നുള്ളത്. ദാറ്റ് മീൻസ് ഓൾമോസ്റ്റ് മോർ ദാൻ 2 ലക്ഷം കോടീൻ്റെ മുകളിൽ മധ്യപ്രദേശിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അഡാനി റെഡിയാണ്. അത് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏരിയയും പറയുന്നുണ്ട്. പമ്പ് സ്റ്റോറേജ്, സിമെൻറ്റ്, തെർമൽ എനർജി. അവർ പറയുന്ന ഈ എത്ര ജോബ് നമുക്ക് കൊടുക്കാൻ പറ്റും. അവർ പറയുന്നത് 2030 1,20,000 ജോബ് അവർക്ക് കൊടുക്കാൻ പറ്റുമെന്ന് പറയുന്നു. ഓൾറെഡി അവർ 50,000 ക്രോഡ്സ് മധ്യപ്രദേശിൽ എനർജി, ഇൻഫ്രാസ്ട്രക്ചർ, മാനുഫാക്ചറിങ്, ലോജിസ്റ്റിക്സ് ബിസിനസ് അതൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് 25,000 ജോബ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അഡീഷണലി അവർ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ജോബ്സ് 1,20,000 ജോബ്സ് ക്രിയേറ്റ് ചെയ്ത് പറഞ്ഞു. സോ ഇതിപ്പോൾ കേരളത്തിൽ കൃത്യമായിട്ട് എത്ര ജോബ് 2030 ക്രിയേറ്റ് ചെയ്യുന്നുള്ള ഒരു നമ്പർ കേരള ഗവൺമെൻറ് പുറത്തു വരണം. അതാണ് ഈ ഇൻവെസ്റ്റേഴ്സ് മീറ്റിങ്ങിൽ എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അഗൈൻ ഞാൻ പറഞ്ഞത് ബഫറ്റ് നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെൻറ് ഷുഡ് ടേക്ക് കെയർ ഓഫ് ദി ലെസ് ഫോർച്ചുനേറ്റ് പീപ്പിൾ. അയാൾ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഗവൺമെൻറ് ഓൾവേസ് ടേക്കിംഗ് കെയർ ഓഫ് അംബാനിനെയോ അല്ലെങ്കിൽ അഡാനിനെയോ അല്ലെങ്കിൽ ഇതുപോലുള്ള വലിയ നമ്മുടെ ഈ കേരളത്തിലെ കരയിലോ ലുലു ഗ്രൂപ്പ് അല്ലെങ്കിൽ രവി പിള്ള ഗ്രൂപ്പ്സ് ഇതുപോലത്തെ വലിയ വലിയ ആൾക്കാർ ദേ ആർ ഓൾ ഹോബ്നോബിങ് വിത്ത് ഗവൺമെൻറ് ഒഫീഷ്യൽസ് ആൻഡ് ഗവൺമെൻറ്റിന് ലോബി ചെയ്യാനുള്ള അവർക്ക് പവർ ഉണ്ട്, അവർക്ക് അതിനുള്ള ഫൈനാൻഷ്യൽ സ്ട്രെങ്ത് ഉണ്ട്, അവർക്ക് അവരുടെ പൊളിറ്റിക്കൽ പാർട്ടീനെ ഫൈനാൻസ് ചെയ്യാൻ പറ്റും. പക്ഷേ വാട്ട് അബൌട്ട് ദ ലെസ് ഫോർച്ചുനേറ്റ് പീപ്പിൾ? ദർ ആർ thousands and thousands of less fortunate people. They are living less than $1 a day. ഇപ്പം ബഫറ്റ് പറഞ്ഞത് അമേരിക്കയിൽ കാണില്ലേ, ഈ പല ആൾക്കാരെയും ട്രംപ് അവിടെ നിന്ന് ഇല്ലീഗൽ ഇമിഗ്രൻസ് ആണെന്ന് പറഞ്ഞിട്ട് മുദ്ര കുത്തി അവരെല്ലാം സൗത്ത് അമേരിക്കയിലേക്ക് നാടുകടത്തുക, ഇങ്ങനെയുള്ള സംഗതി. ഇവരൊക്കെയാണ് അമേരിക്കയിലുള്ള ഹോട്ടൽ വെയിറ്റേഴ്സും ഫ്ലോർ ക്ലീൻ ചെയ്യുന്നതും ജാനിറ്റേഴ്സും ബസ് ഡ്രൈവേഴ്സും ഒക്കെ വർക്ക് ചെയ്യുന്നവരാണ്. ഇവരൊക്കെ കൊണ്ടാണ് അമേരിക്ക റൺ ചെയ്യുന്നത്. ആൻഡ് ദേ ആർ ലെസ് പ്രിവിലേജ്ഡ് ഓൾസോ. സോ അതുപോലെ നമ്മളെ കേരളത്തിലും എന്താ പറയുക ലെസ് ഫോർച്ചുനേറ്റ് പീപ്പിൾ കുറേ ഉണ്ട്. സോ ഗവൺമെൻറ് വാട്ട് ദേ ആർ ഗോയിങ് ടു ഡു ഫോർ ദം, എസ്പെഷ്യലി നമ്മൾക്കിപ്പോൾ ഭരിക്കുന്ന ഒരു ലെഫ്റ്റ് ഗവൺമെൻറ്റാണ്. ദേ ഷുഡ് ഓൾവേസ് റിമെമ്പർ ദം ഓൾസോ.